സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ വാരിയേഴ്സ് മലപ്പുറം FC മത്സരം സമനിലയിൽ. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. 32-ാം മിനിറ്റിൽ മുഹമ്മദ് സിനാനിലൂടെ കണ്ണൂരാണ് ആദ്യ ഗോൾ നേടിയത്. 41-ാം മിനിറ്റിൽ അബ്ദുൾ ഹക്കുവിലൂടെ മലപ്പുറം തിരിച്ചടിച്ചു. രണ്ടാം പകുതിയിൽ 3-ാം മിനിറ്റിൽ നായകൻ എയ്റ്ററിലൂടെ മലപ്പുറം മുന്നിലെത്തി. കനത്ത മഴയെ തുടർന്ന് 1 മണിക്കൂറോളം സമയം മത്സരം നിർത്തിവെച്ചു. രാത്രി 10 മണിയോടെ പുനരാരംഭിച്ചപ്പോൾ സയ്യിദ് നിദാനിലൂടെ കണ്ണൂർ സമനില പിടിച്ചു. പോയിന്റ് പട്ടികയിൽ മലപ്പുറം 3-ാം സ്ഥാനത്തേക്ക് കയറി. മഹേഷ് പോലൂരിന്റെ വിശദാംശങ്ങൾ നൽകാനായി. മഹേഷ്, എങ്ങനെയായിരുന്നു ഇരു ടീമുകളുടെയും ഒരു മത്സരം? ജീന, ആവേശകരമായ മത്സരം തന്നെയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 2 ടീമുകളും ഈ മത്സരത്തിനെത്തുമ്പോൾ 2 ടീമുകളും കഴിഞ്ഞ മത്സരങ്ങൾ പരാജയപ്പെട്ടാണ് ഈ മത്സരത്തിനെത്തിയത്. അപ്പോൾ സെമി ഫൈനൽ ബർത്ത് ഉറപ്പിക്കാൻ 2 ടീമുകൾക്കും ജയം അനിവാര്യമായിരുന്നു. പക്ഷെ ഇന്ന് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ കണ്ണൂരിന്റെ ഗോളാണ് നമ്മൾ കണ്ടത്. കണ്ണൂരിന് വേണ്ടി മുഹമ്മദ് സിനാൻ ഗോൾ നേടി. സിനാൻ നൽകിയ ഒരു പാസ് അത് അക്സർ ഗോമസിന്റെ കാലിലെത്തുന്നു. അക്സർ ഗോമസ് അത് കരീം സാംബയ്ക്ക് നൽകുന്നു. അബ്ദുൽ കരീം സാംബ അത് വീണ്ടും സിനാന് നൽകുന്നു. സിനാൻ അത് ഗോളാക്കി മാറ്റുകയായിരുന്നു. 41-ാം മിനിറ്റിലാണ് മലപ്പുറത്തിന്റെ തിരിച്ചടി ഗോൾ വന്നത്. ആ പാസിൽ അബ്ദുൾ ഹക്കുവിന്റെ മനോഹരമായ ഒരു ഗോൾ ഫിനിഷ്. അങ്ങനെ 1-1 ആദ്യ പകുതി പിരിഞ്ഞത്. പക്ഷേ രണ്ടാം പകുതി ആരംഭിച്ചപ്പോൾ തന്നെ കനത്ത മഴയായിരുന്നു കണ്ണൂരിലാകെ. കനത്ത മഴ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ തീർത്തും വിഷനില്ലാത്ത രീതിയിൽ, പന്ത് കാണാത്ത രീതിയിൽ എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. അത്രയും കനത്ത മഴയാണ്. പക്ഷെ മൈതാനത്ത് മുഴുവൻ വെള്ളം തളം കെട്ടി നിൽക്കുകയും ചെയ്തു. എന്തായാലും മത്സരം തുടങ്ങി 3-ാമത്തെ മിനിറ്റിൽ എയ്റ്ററിലൂടെ മലപ്പുറത്തിന്റെ നായകൻ എയ്റ്ററിലൂടെ മലപ്പുറം മുന്നിലെത്തുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം 55-ാം മിനിറ്റിൽ കളി നിർത്തിവെച്ചു. ഏതാണ്ട് 1 മണിക്കൂറോളം സമയം മത്സരം നിർത്തിവെച്ചു. മത്സരം പിന്നീട് രാത്രി 10 മണിയോടെയാണ് പുനരാരംഭിച്ചത്. മത്സരം ആരംഭിച്ച് ഏതാണ്ട് ഒരു 67-ാം മിനിറ്റിൽ, മത്സരത്തിന്റെ ആകെയുള്ള സമയത്തിന്റെ 67-ാം മിനിറ്റിലാണ് സമനില ഗോൾ കണ്ണൂർ നേടുന്നത്. അതും അബ്ദുൽ കരീം സാംബയുടെ ഒരു പാസ്സായിരുന്നു. ആ പാസിൽ സയ്യിദ് നിദാല്, ടുണീഷ്യൻ താരം സയ്യിദ് നിദാല് വളരെ കൃത്യമായി ഫിനിഷ് ചെയ്ത്, മുഹമ്മദ് അസ്ഗറിന് ഒരു ചാൻസ് നൽകിയില്ല ഗോൾ കീപ്പർ, കൃത്യമായി ഫിനിഷ് ചെയ്തുകൊണ്ട് തന്നെ 2-2 എന്ന രീതിയിലേക്ക് സമനിലയിൽ കൊണ്ടുവന്നു. പിന്നീട് 2 ടീമുകളും മത്സരിച്ച് കളിച്ചെങ്കിലും, ആക്രമണ ഫുട്ബോൾ തന്നെ പുറത്തെടുത്തെങ്കിലും ഗോൾ നേടാൻ ഇരു ടീമുകൾക്കുമായില്ല. എന്തായാലും ഇപ്പോൾ 10 പോയിന്റുമായി 2 ടീമുകൾക്ക് 10 പോയിന്റാണ്. പക്ഷെ 10 പോയിന്റും ഗോൾ വ്യത്യാസത്തിൽ മുന്നിലുള്ള മലപ്പുറം പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. കണ്ണൂർ ഇപ്പോൾ 5-ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. ശരി, മഹേഷ് പോലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.